നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ ഇതുവരെ CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരു അറസ്റ്റുണ്ടായാൽ ഏതു വലിയ നേതാവാണെങ്കിലും പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് സസ്പെൻഷൻ ഉണ്ടാവുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്യും. എന്നാൽ ഇതുവരെ എ പത്മകുമാറിനെതിരെ പാർട്ടിയിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ചെറുവിരൽ പോലും പാർട്ടി പത്മകുമാറിനെതിരെ അനക്കിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? പത്മകുമാറിനെ ചിലരൊക്കെ CPMൽ ഭയക്കുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇതിനേക്കാൾ ചെറിയ ഒരു കുറ്റം ചെയ്താൽ പോലും ഉടൻ തന്നെ പാർട്ടി നടപടിയെടുത്ത് ഒരു FIRൽ പേര് വന്നാൽ പോലും പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുന്ന ഒരു സ്വഭാവം CPMനുണ്ട്. എന്നാൽ പത്മകുമാറിൻ്റെ കേസിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പായി സ്വന്തം കൈപ്പടയിൽ എഴുതി ചേർത്തു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന രാസവിദ്യ കൈവശം വെച്ച കരഗതമാക്കിയ ഈ പത്മകുമാറിനെ പാർട്ടി എന്താണ് തൊടാത്തത്? ഇതുവരെ നടപടിയെടുത്ത് മാറ്റി നിർത്താത്തത്? ജയിലിൽ പോയിട്ടും നടപടിയെടുത്ത് മാറ്റി നിർത്താൻ പാർട്ടി ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. പത്മകുമാറിനെ ശരിക്കും CPM ഭയക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവുമൊക്കെ. ശബരിമലയിൽ പത്മകുമാറിൻ്റെ കാലത്ത് നടന്ന ചില ക്രയവിക്രയങ്ങളിൽ CPMലെ ഉന്നതരായ പലർക്കും പങ്കുണ്ടെന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. വെറും സ്വർണ്ണപ്പാളി മോഷണം മാത്രമല്ല അവിടെ നടന്നത്, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റുന്ന രാസവിദ്യ മാത്രമല്ല ശബരിമലയിൽ അക്കാലത്ത് നടന്നത്. മറ്റ് ചില വൻകിട നേതാക്കളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഇത്തരം സ്വർണ്ണപ്പാളികൾ പലതവണ ഒഴുകിയിട്ടുണ്ടത്രേ. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളിയായിരിക്കുമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ജയിലിലേക്ക് പോയി 14 ദിവസം റിമാൻഡിൽ, സ്വർണ്ണപ്പാളി വിഷയത്തിൽ 14 ദിവസത്തിൽ റിമാൻഡിലാക്കിയിട്ടും പത്മകുമാർ ഇപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ പാർട്ടിയുമായി കറിവിച്ച് BJPയിൽ പോകാനൊരു ചെറിയ ശ്രമം നടത്തി നോക്കിയപ്പോൾ തന്നെ പാർട്ടി ഇടപെട്ട് പത്മകുമാർ പറയുന്ന കാര്യം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. മുൻ MLA രാജീവ് അബ്രഹാം നേരിട്ട് പോയാണ് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പോകല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് നിർത്തിയത്. അങ്ങനെ വീണ്ടും ജില്ലാ കമ്മിറ്റി അംഗമായി തുടർന്നു. അപ്പോൾ മറ്റു പല നേതാക്കൾക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഈ എ പത്മകുമാർ എന്ന പത്തനംതിട്ട ജില്ലയിലെ CPM നേതാവിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേകത എന്തെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലെ ചിലർ. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ കണ്ടെത്തിയതാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഒരു തവണ മാത്രമല്ല പലതവണ. സ്വർണ്ണപ്പാളി എന്ന് അതേ രീതിയിൽ അർത്ഥമാക്കേണ്ട. സ്വർണം എന്നാൽ ധനം, സമ്പത്ത് എന്നൊക്കെയാണല്ലോ അർത്ഥം. അതൊക്കെ മറ്റു പലയിടത്തും ആ സമയത്ത് ഒഴുകി എന്നൊക്കെയാണ് CPMൽ കേൾക്കുന്ന അണിയറ വർത്തമാനം. അതുകൊണ്ട് താഴെ മുതൽ മുകളിൽ വരെ, മുകളിൽ മുതൽ താഴെ വരെയുള്ള പല നേതാക്കൾക്കും പത്മകുമാറിൻ്റെ അനിഷ്ടം സമ്പാദിച്ചാൽ പിന്നെ തലയിൽ മുണ്ടിട്ട് പുറത്ത് ഇറങ്ങി നടക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പത്മകുമാർ ബലം പിടിക്കുന്നത്. പത്മകുമാറിനെതിരെ ചെറുവിരൽ പോലും പാർട്ടിയിൽ ഇപ്പോഴും ആരും അനക്കുന്നില്ല. സാധാരണഗതിയിൽ ജയിലിൽ പോയാൽ പിന്നെ മറ്റേത് പാർട്ടിയാണെങ്കിലും നടപടിയെടുത്ത് പേരിനെങ്കിലും പുറത്തു നിർത്തും. CPM പോലുള്ള ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും കേൾക്കേണ്ട താമസമേ ഉള്ളൂ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ. ഇത് കളവാണ് വിഷയം. അതും ശബരിമല പോലുള്ള ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി ചെമ്പ് ആക്കി മാറ്റി എന്ന ഒരു രാസവിദ്യ കണ്ടുപിടിച്ച ആളാണ് പത്മകുമാർ. അല്ലെങ്കിൽ സ്വർണത്തെ ചെമ്പാക്കി മാറ്റാൻ കഴിവുള്ള ഒരു നേതാവിനെ പിന്നെ അധികം കാലം പാർട്ടിയിൽ വച്ചുകൊണ്ടിരിക്കുക പണ്ടത്തെ രീതിയിൽ നോക്കിയാൽ സാധ്യമല്ലാത്തതാണ്. പക്ഷേ ഏതായാലും ഇവിടെ പത്മകുമാറിനെ തൊട്ടാൽ കളി മാറുമെന്ന് ഏറ്റവും മുകളിലിരിക്കുന്ന ആശാന് മുതൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ സാധാരണ അംഗത്തിന് വരെ അറിയാം. അതുകൊണ്ടാണ് പത്മകുമാറിനെ തൊടാതിരിക്കുന്നത്. പത്മകുമാറിനെ പാർട്ടി ഭയപ്പെടുന്നുണ്ട്, കടകംപള്ളിയെ പാർട്ടി ഭയപ്പെടുന്നുണ്ട്. പാവം വാസു സർക്കാർ ഉദ്യോഗസ്ഥനായത് കണ്ട് വാസുവിനോട് അത്ര പേടിയൊന്നുമില്ല. കാരണം വാസുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പാർട്ടി അംഗമാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പൊതുവേ ഒരു പാർട്ടി അനുഭാവി എന്നുള്ള രീതിയിലാണ് വാസുവിൻ്റെ നിലനിൽപ്പ്. പക്ഷേ പത്മകുമാറിനെ തൊടാൻ പാർട്ടി ഭയക്കുന്നത് ഈ ഏറ്റവും മുകളിലിരിക്കുന്നവർ മുതൽ താഴെ ഇരിക്കുന്നവർ വരെ പത്മകുമാറിൽ നിന്ന് അല്ലെങ്കിൽ പത്മകുമാർ വഴി എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ശബരിമല എന്നത് അത്ര നിസ്സാരമായൊരു സ്ഥലമല്ല.
കോടാനുകോടികളുടെ പണം ഓരോ വർഷവും വന്നു മറിയുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരിക്കലും ആ ഇരിക്കുന്ന സമയത്തും അതിനുശേഷവും ഒന്നും നഷ്ടം വരാറില്ല. ശബരിമലയുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടക്കച്ചവടമാകില്ല എന്നാണ് അവിടെ മുമ്പിരുന്നവരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പത്മകുമാറിന് ഇത് അറസ്റ്റ് ചെയ്യും വരെ ഇതൊരു നഷ്ടക്കച്ചവടമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പത്മകുമാറിന് മാത്രമല്ല, CPM-ലെ പ്രമുഖരായ ചില നേതാക്കൾക്കും പത്മകുമാർ ഇരുന്നതുകൊണ്ട് നഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ലാഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പത്മകുമാറിനെ തൊടാത്തത്.